ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സ്ലീപ്പിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെറുതെ പറയാല്ല, ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ തന്നെ ടെസ്റ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഓരോ ടെസ്റ്റും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു മൂവി. ഓക്കെ, ഈ ഒരു മൂവിയുടെ വൺ ലൈൻ ചെറുതായിട്ടൊന്ന് പറയാപ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകാനായിട്ടും കഴിയും. ഒരു പോലീസ് ഓഫീസർ 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡന്റില് അയാളുടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു പോലീസുകാരനെ വീണ്ടും ഒരു വക്കീല് വന്നിട്ട് ഒരു പുതിയ കേസ് അന്വേഷിക്കാനായിട്ട് പറഞ്ഞുവിടാണ്. സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത ആ ഒരു പോലീസുകാരൻ എങ്ങനെ ഈ ഒരു കേസ് കണ്ടുപിടിക്കും? ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പോലീസുകാരനോടൊപ്പം തന്നെ അയാൾ ഈ ഒരു കേസ് കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്ന് ആ ഒരു ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു വീടിനകത്ത് ചുമരുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അതെന്താണെന്ന് വെച്ചാല്, നിന്റെ പേര് റായ് ഫെർമാൻ, നീ ജനിച്ചത് ഈ ഒരു വർഷമാണ്, നിന്റെ വീട്ടിലെ കിച്ചൺ ഈ ഒരു ഭാഗത്താണ്, ബെഡ്റൂം അതേ ആ ഒരു ഭാഗത്താണ്, പിന്നെ കഴിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ മറ്റൊരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിനക്ക് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം ഈ ഒരു ടേബിളിലുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേപ്പറുകളിലായിട്ട് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇതിനിടയിൽ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ടിരിക്കുന്ന ഈ ഒരാളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഇപ്പൊ എന്താണ് തലയിൽ ഈ ഒരു കെട്ടും കെട്ടിയിട്ടിരിക്കുന്നതെന്നല്ലേ? ഹീറോ ഒരു എക്സ് പോലീസ് ഓഫീസറാണ്. അവന് സംഭവിച്ച ഒരു ആക്സിഡന്റ് കാരണം അവന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു കാരണമാണ് വീടിന്റെ ചുമരിലെല്ലാം ഇതേപോലെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോഴും അയാൾക്ക് ഓരോ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് നല്ലൊരു മൂഡല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവന് വേറെ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതെന്ത് കാര്യമാണെന്ന് വെച്ചാല്, 10 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയ്ക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ആശുപത്രിയിൽ വെച്ചിട്ട് ആ ഒരു സർജറി നടത്തുമല്ലോ, ആ ഒരു കാര്യങ്ങൾ മാത്രം ഇടയ്ക്ക് അവന്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നല്ലോ. പിന്നെ ഈ ഒരു കാര്യം മാത്രം എങ്ങനെയാണ് അവന്റെ ഓർമ്മ വരുന്നതെന്നല്ലേ? അവിടെയാണ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാല്, ഹീറോയ്ക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഈ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാര് അവന് ഓർമ്മ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തലയ്ക്കുള്ളിൽ ഹീറോയുടെ ബ്രെയിനിൽ എന്തോ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അതുമൂലമാണ് ഹീറോയ്ക്ക് കുറേശ്ശെ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ട് ഹീറോ വിചാരിക്കും ശരി വെളിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് ഹീറോയെ ഒരു ലേഡി ഇങ്ങനെ വിളിക്കുകയാണ്. അതാരാണെന്ന് വെച്ചാൽ അതൊരു വക്കീലാണ്. ഈ ഒരു വക്കീലാണെങ്കിൽ ക്ലീൻ ആൻഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വക്കീലാണല്ലോ പ്രശസ്തരായിട്ടുള്ള, അവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ഹീറോയെ ഇപ്പൊ വിളിക്കുന്നത്. അങ്ങനെ ഹീറോയെ വിളിച്ചിട്ട് നിങ്ങളുടെ പേരല്ലേ റായ് ഫ്രീമൻ എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോ അടുത്തുള്ള ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്റെ പേരാണ് റായ് ഫ്രീമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഹീറോ പറയും, അതെ എന്റെ പേര് തന്നെയാണ്. അല്ല നിങ്ങൾ ആരാ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അല്ല വേറെ ഒന്നുമല്ല, 10 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ അന്വേഷിച്ച ഒരു കേസ്, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ബാറിലേക്ക് ഒന്ന് വരാൻ കഴിയുമെന്ന് ചോദിക്കുന്നതും, എന്തായാലും വെളിയിൽ പോകാനായിട്ട് തയ്യാറെടുത്ത് നിന്നതല്ലേ, ആ ഒരു ലേഡിയെ പോയി കാണാമെന്നും പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഒരു ബാറിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ബാറിലേക്ക് വന്നിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കാണ് 10 വർഷങ്ങൾക്ക് മുന്നേ ഹീറോ അന്വേഷിച്ച ആ ഒരു കേസ് ഹീറോയുടെ പാർട്ണറായിട്ടുള്ള ജിമ്മിയും കൂടി ചേർന്നിട്ടാണ് അന്വേഷിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ലേഡി ആണെങ്കിൽ ജിമ്മിയെ വിളിച്ച് ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയെ വിളിച്ചത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത്രയും നേരം ഈ ഒരു വക്കീല് പാർട്ണറായിട്ടുള്ള ജിമ്മിയെ പറ്റി ഹീറോയോട് സംസാരിക്കുമ്പോഴെല്ലാം 10 വർഷങ്ങൾക്ക് മുന്നേ തന്നോടൊപ്പം ഒരുമിച്ച് കേസ് അന്വേഷിച്ച തന്റെ പാർട്ണറായിട്ടുള്ള ജിമ്മിയെ പറ്റി പോലും ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഹീറോ പറയും, അതൊക്കെ പോട്ടെ, അല്ല നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ 10 വർഷങ്ങൾക്ക് മുന്നേ അന്വേഷിച്ച ഒരു കേസ്, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നിങ്ങൾ ആ ഒരു കേസ് അന്വേഷിച്ച് അതിൽ കുറ്റവാളിയായിട്ട് ജയിലിൽ പിടിച്ചിട്ട ആളുടെ പേര് ഐസക് തോമസ്. അവനാണെങ്കിൽ ഈ ഒരു കേസിൽ മരണശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ഇനിയുള്ള 1 മാസം കൂടിയുള്ള അവന് സമയം. ഇതിൽ ഞങ്ങളുടെ ഈ ഒരു ടീം എന്താണ് ചെയ്യുന്നതെന്നറിയോ? തെറ്റ് ചെയ്യാതെ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങള് ഐസക്കിനോട് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ ഒരിക്കലും ഈ ഒരു കേസിൽ കൊല ചെയ്തിട്ടില്ല എന്നാണ്. അതുമല്ല ആ ഒരു സമയത്ത് ഈ ഒരു കേസിനെ പറ്റി എന്നോട് അന്വേഷിച്ച 2 പോലീസുകാരോട് എനിക്ക് സംസാരിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പാർട്ണറായിട്ടുള്ള ജിമ്മിയെ ഞാൻ കോൾ ചെയ്തത്. പക്ഷെ അയാളാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്തില്ല. പിന്നീട് നിങ്ങളെ വിളിക്കാന്ന് വെച്ചു. അല്ല നിങ്ങൾക്ക് ജയിലിൽ പോയിട്ട് ഐസക്കിനോടൊന്ന് സംസാരിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുന്നത്, ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും അവർ ഏത് കേസിനെ പറ്റിയാണ് പറയുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞ് തലയാട്ടി നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ അന്വേഷിച്ച പഴയ കേസുകളുടെ ഫയൽസ് എല്ലാം ഉണ്ടല്ലോ, അതിപ്പോഴും നമ്മുടെ ഹീറോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണ്. അങ്ങനെ ഐസക്കിന്റെ ആ ഒരു കേസ് ഫയൽ എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ജോസഫ് വീഡർ എന്ന് പറഞ്ഞ
ഒരു ഡോക്ടറെ വീടിനകത്ത് വെച്ച് കൊല ചെയ്തതായിട്ടാണ് ഈ ഒരു കേസ് ഫയലിലുള്ളത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധം വെച്ചിട്ട് വീഡറിന്റെ തലയ്ക്കടിച്ചത് കൊണ്ട് രക്തം ഒരുപാട് പോയിട്ടാണ് വീഡർ മരിച്ചിട്ടുള്ളത്. അതുമല്ലാതെ ക്രൈം സീനിൽ നിന്നും ആ ഒരു ആയുധം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഐസക്കിന്റെ ഫിംഗർ പ്രിന്റ് ക്രൈം സീനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ട് ഇവനായിരിക്കും കൊലയാളി എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് ഐസക്കിന്റെ പോലീസുകാർ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവനാണ് കൊല ചെയ്തെന്നുള്ള കാര്യം അവരോട് സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് ഐസക്കിന് മരണശിക്ഷ വിധിച്ച് അവനെ ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് സ്വയം ആ ഒരു കൊലപാതകം താനാണ് ചെയ്തതെന്ന് സമ്മതിച്ച ഒരാള് ഇപ്പോഴും വന്നിട്ട് അവന്റെ മരണശിക്ഷ വിധിക്കാറായി ഈ ഒരു സമയത്ത് വന്ന് അവനല്ല ഈ ഒരു കൊല ചെയ്തതെന്ന് പറയാൻ കാരണം എന്താണ്? ഇതെന്തായാലും അറിയണമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അടുത്ത ദിവസം തന്നെ ഐസക്കിനെ കാണാനായിട്ട് ജയിലിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ നേരെ ഐസക്കിന്റെ അടുത്തേക്ക് വന്ന നമ്മുടെ ഹീറോ ആദ്യം തന്നെ അവനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ല ഈ 10 വർഷങ്ങൾക്ക് മുന്നേ നീ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടതുപോലെയാണല്ലോ നിന്റെ സംസാരം കേട്ടാല്. അന്ന് നിന്നെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ ചെയ്ത കുറ്റം എന്താണെന്ന് ഞങ്ങളോട് സമ്മതിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് നീ ഈ ഒരു കൊല ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് പുതുതായിട്ടൊരു കഥ മെനഞ്ഞെടുക്കുന്നത് എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് ഐസക് പറയുന്നത്, സാർ നിങ്ങൾ പറഞ്ഞു തീർന്നു, ഇനി ഞാൻ പറയട്ടെ. 10 വർഷങ്ങൾക്ക് മുന്നേ എന്നെ ആ ഒരു കേസിൽ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് അന്ന് ആ ഒരു എൻക്വയറി റൂമിൽ എന്താണ് നടന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് അറിഞ്ഞു കഴിഞ്ഞു. അന്ന് എന്താണ് അവിടെ സംഭവിച്ചെന്നറിയോ? നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള ജിമ്മി എന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റൂമിന്റെ മൂലയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ജിമ്മി ആണെങ്കിലോ എന്നോട് നിർത്താതെ ഒരുപാട് ചോദ്യം ചോദിച്ച് എന്നെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാക്കി. ആ ഒരു അവസ്ഥയിൽ എനിക്ക് കുറ്റം സമ്മതിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സമ്മതിച്ചത്. പക്ഷെ സത്യം പറയാലോ, ഒരിക്കലും ഞാൻ ഒരു കൊല ചെയ്തിട്ടില്ല. ഒരിക്കലും ചെയ്യാത്ത ആ ഒരു തെറ്റിന് എന്റെ ജീവിതത്തിന്റെ തന്നെ 10 വർഷമാണ് പോയത്. ഇനി കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്കും എനിക്ക് മരണശിക്ഷയും കിട്ടും. സത്യം പറഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തിനാണ് എന്നെ പിടിച്ചത്? ജോസഫ് വീടന്റെ ആ ഒരു ക്രൈം സീനല്ലേ എന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയെന്നും പറഞ്ഞിട്ടല്ലേ? സമ്മതിച്ചു, നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം മാത്രം ഞാൻ സമ്മതിച്ചു. കാരണം അന്ന് രാത്രി ഞാൻ വീടന്റെ വീട്ടിൽ പോയിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? 1 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വീടിന്റെ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് പോയപ്പോ എന്നെ കണ്ട വീടൻ അത് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തു. 1 വർഷമായിട്ട് പോലീസ് കേസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ വീടിന്റെ വീട്ടിലേക്ക് പോയത്. അന്ന് രാത്രി ഞാൻ അവിടേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയണ്ടേ? ഞാൻ വീടിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള കെയർ ടേക്കർ അയാളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയം. അതിനുശേഷമാണ് ഞാൻ വീടിനകത്തേക്ക് പോയത്. പക്ഷെ ഞാൻ വീടിനകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരോ വീടിനകത്തേക്ക് വന്ന് വീടനെ അടിച്ചടിച്ച് കൊല്ലുമായിരുന്നു. പക്ഷെ അത് ആരാണ് എന്താണെന്ന് ഞാൻ കണ്ടില്ല. ആ ഒരു പേടിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് രക്ഷോട്ട് പോവുകയും ചെയ്തു. ഇതാണ് സത്യം പറഞ്ഞാൽ അന്ന് അവിടെ സംഭവിച്ചത്. ഇതല്ലാതെ ഞാൻ വീടനെ ഒരിക്കലും കൊന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഐസക് ഹീറോയോട് പറയുന്നതും നമ്മുടെ ഹീറോ ഇത്രയും കേട്ടിട്ടും ഐസക്കിനെ ഒരു സംശയത്തോടെ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഐസക് പറയും, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടും നിങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. കുറച്ച് നാളുകൾക്ക് മുന്നേ റിച്ചാർഡ് ഫിൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് വീടിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് ഒരു ബുക്ക് എഴുതുന്നു എന്നുള്ള രീതിയിൽ എന്നെ കാണാൻ വന്നിരുന്നു. അയാളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ അയാളെ ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഐസക് ഇങ്ങനെ പറയുന്നതും ഇത് കേട്ട നമ്മുടെ ഹീറോ വീണ്ടും വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് മരുന്നെല്ലാം കഴിക്കുന്ന സമയത്താണ് സർജറി സമയത്ത് ആ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഒരു സർജറി അവർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കത്തില്ല. അതിൽ ഹീറോയും കൂടി ഒന്ന് ശ്രമിച്ചേ പറ്റൂ. എങ്ങനെയാണെന്നല്ലേ? ഓർത്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പസിൽ ഗെയിമുകൾ ഒരുപാട് കളിക്കുക. ഇങ്ങനെ ഹീറോയും കൂടി ശ്രമിച്ചു കഴിഞ്ഞാലേ പഴയ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഓർത്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ആ ഒരു ഡോക്ടർ സർജറി സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ ഹീറോ ഒരു പസിൽ ഗെയിം ഇങ്ങനെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ഒരു ബുക്കില് റിച്ചാർഡ് ഫിൻ എന്ന് പറഞ്ഞ ആ ഒരാളുടെ പേര് ഹീറോ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഓർക്കുന്നതും ആ ഒരു കേസ് ഫയൽ വീണ്ടും എടുത്ത് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ആ ഒരു കേസ് ഫയൽ വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഹീറോ എഴുതിക്കൊണ്ടുവന്ന റിച്ചാർഡ് ഫിൻ എന്ന് പറഞ്ഞ ആ ഒരുത്തൻ ഈ ഒരു കേസിൽ പുതിയ ഒരാളല്ല. കാരണം ഇതിനു മുന്നേയും നമ്മുടെ ഹീറോ വീടിന്റെ കേസിൽ റിച്ചാർഡ് ഫിന്നിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറോയ്ക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് റിച്ചാർഡ് ഫിൻ. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഫിന്നിനെ ചോദ്യം ചെയ്ത ആ ഒരു ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് താഴെ ഹീറോയുടെ ആ ഒരു പാർട്ണറായിട്ടുള്ള ജിമ്മിയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടതും ഇത്രയും കാലം എന്തായാലും പാർട്ണറായിട്ടുള്ള ജിമ്മിയെ കാണാനായിട്ട് ഹീറോ പോയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അവനോടും ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാം, ഒന്ന് പോയി കാണാമെന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ ജിമ്മിയുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം കേട്ടോ. തന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു പാർട്ണറെ കണ്ടിട്ടും അത് തന്നോടൊപ്പം ജോലി ചെയ്ത ആ ഒരു പാർട്ണർ ആണെന്നുള്ള കാര്യം പോലും ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ ഹീറോയെ ജിമ്മി കാണുമ്പോൾ തന്നെ ഹേയ് വാ അകത്തേക്ക് വാ, ഒരുപാട് നാളായാലും കണ്ടിട്ടെന്നെല്ലാം പറഞ്ഞിട്ട് അകത്തേക്ക് വന്നിരുന്ന പഴയ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ പറയാണ്. അതുപോലെ അത് ജിമ്മിയുടെ ഭാര്യയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചുപോയി. ഒരു അസുഖം കാരണം
തന്റെ ഭാര്യയുടെ ഓപ്പറേഷന് പൈസ പോലും അടയ്ക്കാൻ കഴിയാതെയാണ് ഭാര്യ മരിച്ചുപോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ജിമ്മി ചോദിക്കും, അല്ല ഒരുപാട് നാൾക്ക് ശേഷം എന്നെ കാണാമെന്നല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ആദ്യം ആ ഒരു വക്കീൽ ലേഡി തന്നെ കാണാമെന്ന കാര്യം, പിന്നീട് കുറ്റവാളി എന്ന് പറഞ്ഞ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഐസക്കിനോട് പോയി കാര്യങ്ങൾ ചോദിച്ചത്, ഇതെല്ലാം ജിമ്മിയോട് പറഞ്ഞിട്ട് ഐസക്ക് പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ കൊല ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതിനിടയിലാണെങ്കിൽ അവന് റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ടുപേരാണെങ്കിൽ വീടിന്റെ ആ ഒരു കേസിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് റിച്ചാർഡിന്റെ ഫിംഗർ പ്രിന്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതനുസരിച്ച് റിച്ചാർഡിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും കൊല നടന്ന ആ ഒരു ദിവസം രാത്രി വീടിന്റെ വീട്ടിൽ താൻ ഇല്ലായിരുന്നതും താൻ വേറൊരു വീട്ടിലായിരുന്നതും അവന്റെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള കാര്യവും നമ്മളോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയല്ലേ നമ്മൾ കേട്ടുള്ളൂ. പിന്നീട് അതിനുശേഷം അവൻ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോലും നമ്മൾ പോയിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കേസിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു തെറ്റ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് ഒരു വട്ടം കൂടി റിച്ചാർഡിനെ ഒന്ന് കാണാം. ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയാത്ത എന്തെങ്കിലും വിവരം അവനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലോ എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോഴത്തേക്കും ജിമ്മി ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. അതുപോലെ തന്നെയാണ് ഐസക്ക് നിന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഒരു കാരണമാക്കി വെച്ചിട്ട് ഈ ഒരു കൊലപാതക കേസ് വീണ്ടും അന്വേഷിച്ച് പോകണോ, അതുപോലെ നിന്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് അവൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ ഒരു കേസ് ഞാൻ അന്വേഷിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു കേസ് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്ന് നമ്മുടെ ഹീറോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിമ്മിക്കും വേറെ വഴിയില്ലാതെ ഇവനെ സഹായിക്കേണ്ടി വരികയാണ്. എന്നിട്ട് പറയും, ഓക്കെ റിച്ചാർഡ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് രണ്ടുപേരോട് പറയാം, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, ആ ഒരു കാര്യം ഞാൻ നിന്നെ വിളിച്ച് പറയാമെന്ന് ഇങ്ങനെ പറയുന്നതും ഹീറോ ഇപ്പൊ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ നടന്ന കാര്യങ്ങൾ, ആ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പഴയ തന്റെ ഫാമിലി ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയും തന്റെ ഭാര്യയും ചേർന്നെടുത്ത ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു മുഖഭാഗം ഉണ്ടല്ലോ അവിടെയുള്ള ആ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരുടെയും മുഖം നല്ല രീതിയിൽ അറിയാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പൊട്ടിയ ഗ്ലാസ് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവന്റെ കൈ മുറിയും. അതേ സമയമാണ് നമ്മുടെ ഹീറോയെ ജിമ്മി വിളിക്കുന്നത്. എന്നിട്ട് പറയും, നീ എന്നെ റിച്ചാർഡ് എന്ന് പറഞ്ഞ അവനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു, അതുകൊണ്ട് നീ പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയുന്നതും ഹീറോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ റിച്ചാർഡ് ഫിൻ എന്ന് പറഞ്ഞ് ഇവരന്വേഷിച്ച് ചെന്ന ആ ഒരുത്തൻ ഇപ്പോൾ മോർച്ചറിയിൽ ശവമായിട്ട് കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിച്ചാർഡ് മരിച്ചിരുന്നു. അതെങ്ങനെയെന്നല്ലേ, റിച്ചാർഡ് ഓവർ ഡോസ് ആയിട്ട് ഈ മയക്കുമരുന്ന് യൂസ് ചെയ്തു, അത് കാരണമാണ് അവൻ മരിച്ചത് എന്നും പറഞ്ഞ് അവന്റെ ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും നമ്മുടെ ഹീറോ അവന്റെ ശരീരം ഇങ്ങനെ പരിശോധിച്ചിട്ട് ഈ കൈഭാഗം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് സിറിഞ്ച് ഉപയോഗിച്ചതിന്റെ ആ ഒരു പാട് അവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം മനസ്സിലാക്കും, ഡെയിലി ഹെവി ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ ഈ സിറിഞ്ച് യൂസ് ചെയ്തതിന്റെ ഒരുപാട് പാടുകളുണ്ടാവും. പക്ഷേ റിച്ചാർഡിന്റെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ റിച്ചാർഡ് റെഗുലറായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ റിച്ചാർഡിന്റെ മരണാനന്തര ചടങ്ങിന് പോയിട്ട് റിച്ചാർഡിന്റെ സഹോദരനെ കണ്ട് അയാളോട് സംസാരിക്കും. അപ്പൊ അയാൾ റിച്ചാർഡിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുമ്പോഴത്തേക്കും റിച്ചാർഡ് ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. അപ്പൊ ഇതുമല്ലാതെ നമ്മുടെ ഹീറോ ആ ഒരു സഹോദരനോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ സഹോദരൻ 2-3 നാളുകൾക്ക് മുന്നേ ഒരു ജയിൽ കുറ്റവാളിയെ കണ്ടിട്ട് വീടൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൊലപാതകത്തെ പറ്റി ഒരു ബുക്ക് എഴുതിയതായിട്ട് ഞാൻ കേട്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ റിച്ചാർഡിന്റെ സഹോദരൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവൻ എഴുതിയ ആ ഒരു മാനുവൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ഹീറോയ്ക്ക് കൈമാറും. അങ്ങനെ ഈ ഒരു ബുക്കും കൊണ്ട് നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു ബുക്കിന്റെ ആദ്യ പേജ് മുതൽ ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. അപ്പോഴേക്ക് റിച്ചാർഡിന്റെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ 10 വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ആ ഒരു സമയം മുതലേ റിച്ചാർഡിന് ഒരു നോവലിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. അങ്ങനെ റിച്ചാർഡ് ആ ഒരു സമയത്ത് ഒരു പാർട്ടിയിൽ പോവായിരുന്നു. അപ്പോഴാണ് ലാറ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ അവൻ കാണുന്നത്. അപ്പൊ ലാറ ആരാണെന്ന് വെച്ചാല് കൊല ചെയ്യപ്പെട്ട ആ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ വീടൻ എന്ന് പറഞ്ഞിട്ട്, അയാൾ വർക്ക് ചെയ്യുന്ന ഒരു കോളേജിലെ പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് ആണ് ലാറ. അതുമല്ലാതെ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് മനുഷ്യരുടെ ബ്രെയിൻ മെമ്മറീസിനെ പറ്റി ഒരു തീസിസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ വെച്ചിട്ട് റിച്ചാർഡും ലാറയും നല്ല രീതിയിൽ പരിചയപ്പെട്ട് അവസാനം പതിയെ രണ്ടുപേരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരു ലിവിങ് ടുഗദർ എന്നുള്ള രീതിയിൽ ജീവിക്കാനും തുടങ്ങാണ്. അങ്ങനെ ഇതിനിടയിലാണെങ്കിലും നമ്മുടെ റിച്ചാർഡും ഒരു നോവൽ എഴുതുന്നുണ്ടായിരുന്നു. ആ ഒരു നോവലാണെങ്കിലും 3/4 ഭാഗവും അവ എഴുതി തീർത്തു. എന്നിട്ട് അത് നമ്മുടെ ലാറയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ അത് വായിച്ചു നോക്കുന്നതും അത്ഭുതത്തോടെ അവരോട് ഇങ്ങനെ പറയും, നീ എങ്ങനെ ഈ ഒരു നോവൽ എഴുതി തീർന്നത്? ഈ ഒരു നോവൽ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ
അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു നോവല് എന്നെല്ലാം നമ്മുടെ റിച്ചാർഡിനോട് ലാറ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ റിച്ചാർഡിനെ അവന്റെ അമ്മ കോൾ ചെയ്യുന്നത്. പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയെന്നാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നതും ഇപ്പോൾ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ റിച്ചാർഡിന്റെ ചെലവെല്ലാം നോക്കിയിരുന്നത് അവന്റെ അച്ഛനാണ്. പക്ഷെ അവന്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് എന്തായാലും റിച്ചാർഡിന് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലാറ റിച്ചാർഡിനെ സഹായിക്കാൻ വേണ്ടി അവളുടെ പ്രൊഫസറായിട്ടുള്ള വീടിന്റെ വീട്ടിലേക്ക് അവനെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ലാറ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ വീടൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഇവർ ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ റിച്ചാർഡിന്റെ മനസ്സിലുള്ള പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്ന് അവനിങ്ങനെ വിഷമിപ്പിക്കും. അതുകൊണ്ട് തന്നെ റിച്ചാർഡിനെ വീടനെ അത്ര ഇഷ്ടപ്പെടുത്തുന്നില്ല. അതുമല്ല നമ്മുടെ ലാറയും വീടനും ഒരു തീസിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് മനുഷ്യരുടെ ചിന്തകളിൽ നിന്നും ഇവർ മറക്കണോന്ന് വിചാരിച്ച് പക്ഷെ ഇവരെ കൊണ്ട് മറക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു മെഡിസിൻ മൂലം അവരെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം വീടൻ റിച്ചാർഡിനോട് പറഞ്ഞിട്ട് അല്ല ഈ ഒരു കാര്യം നിനക്ക് ലൈവായിട്ട് കാണിച്ചു തരണോ എന്ന് ചോദിച്ചുകൊണ്ട് റിച്ചാർഡ് തന്നെ മറന്നുപോയ അവന്റെ മനസ്സിലുള്ള വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ റിച്ചാർഡിനെ സാറയും അതേപോലെ തന്നെ വീടനും നല്ല രീതിയിൽ കളിയാക്കുകയും കൂടി ചെയ്യും. അതുമല്ല നമ്മുടെ റിച്ചാർഡിനെ ലാറ ഇവിടേക്ക് കൊണ്ടുവന്നതിനാണ് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വീടനാണെങ്കിലും റിച്ചാർഡിനെ അവന്റെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരുപാട് ബുക്കുകൾ കിടക്കുന്നുണ്ടോ, ഇതെല്ലാം ഡെയിലി നല്ലതുപോലെ അടുക്കി എടുത്തു വെക്കണം, ഇതിന് നിനക്ക് ഞാൻ ഇത്ര രൂപ പണവും തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിച്ചാർഡിനെ ആ ഒരു വീട്ടിലെ ജോലിക്കും ചേർക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസം റിച്ചാർഡ് ഈ ഒരു ലൈബ്രറിയിൽ തന്നെ തന്റെ ജോലികളെല്ലാം ചെയ്തിങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഈ വീടിന്റെ വീട്ടിലെ ഒരു കെയർ ടേക്കർ ജോലി ചെയ്യുന്നതായിട്ട് പറഞ്ഞിരുന്നല്ലോ, അയാളൊരു താടിക്കാരനാണ്. അതുമല്ല വീടിന്റെ വീട്ടിലാണെങ്കിൽ 3 ബേസ്ബോൾ ബാറ്റ് ഉണ്ട്, അതിലാണെങ്കിൽ പ്രശസ്തരായിട്ടുള്ള കളിക്കാർ സൈനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ റിച്ചാർഡിന് പറഞ്ഞു കൊടുത്ത് ആ ഒരു കെയർ ടേക്കർ അതെല്ലാം ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ റിച്ചാർഡ് അവിടെ വന്ന് കെയർ ടേക്കറിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് റിച്ചാർഡ് സ്നേഹിക്കുന്ന ലാറയും വീടനും ഒരുമിച്ചിരുന്ന് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ അപ്പോൾ അത് നമ്മുടെ റിച്ചാർഡ് എന്തായാലും വലിയ കാര്യമാക്കത്തില്ല, സാധാരണ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കല്ലേ. പക്ഷെ അതല്ല സംഭവം. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം റിച്ചാർഡ് ലൈബ്രറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവനൊരു മാനുവൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ കിട്ടും. അത് ഈ വീടൻ ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ആ ഒരു സ്ക്രിപ്റ്റിലെ ടൈറ്റിലിന് താഴെയായിട്ട് വീടൻ എന്ന് പറഞ്ഞ അയാളുടെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് താഴെ പേന കൊണ്ട് ലാറയുടെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ റിച്ചാർഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് വീടർ വന്നിട്ട് റിച്ചാർഡിനെ കണ്ടൊരു കാര്യം പറയുന്നത്. അതാണ് റിച്ചാർഡിനോട്ട് സഹിക്കാൻ കഴിയാത്തത്. എന്താണെന്ന് വെച്ചാല് നീ ലാറയെ സ്നേഹിക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്ക്രിപ്റ്റ് വാങ്ങിയിട്ട് വാ നമുക്ക് കഴിക്കാൻ പോവാം എന്നും പറഞ്ഞ് റിച്ചാർഡിനെ കൂട്ടി കഴിക്കാൻ വേണ്ടി ചെന്നിരുന്ന് അവന് കഴിക്കാനും കൊടുത്ത് ആദ്യം മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് അവനോട് സംസാരിക്കുന്നത്. പക്ഷെ പതിയെ പതിയെ വീടറിന്റെ ടോൺ അങ്ങ് മാറുകയാണ്. അല്ല നീ എല്ലാവരെയും സ്നേഹിക്കുന്നതാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതൊരിക്കലും സത്യമല്ല എന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങിക്കോ. നിനക്കും ലാറയ്ക്കും ഒരു കാരണവശാലും അങ്ങനെ ഒരു ബന്ധം വരാനേ പാടില്ല. അല്ല ഇനി നിങ്ങൾ പ്രേമിച്ചേ മതിയാവൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇന്ന് രാത്രി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞാൻ ടൗണിലേക്ക് പോവാണ്. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നടുവില് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ റിച്ചാർഡിനെ ഭീഷണിപ്പെടുത്തിയിട്ട് വീടർ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇവരുടെ സ്നേഹം അങ്ങ് ഇല്ലാണ്ടാവാൻ പോകണം? ഒരിക്കലും ഇല്ല. അന്ന് രാത്രി തന്നെ ലാറേനെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് റിച്ചാർഡ് നേരെ ലാറയുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവളെ അവിടെ കാണാനില്ല. അതുമല്ലാതെ അന്ന് രാത്രി തന്നെയാണ് വീടൻ എന്ന് പറഞ്ഞ അയാളുടെ കൊലയും നടന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് ലാറ എവിടെ പോയെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വീടറിൽ ലാറയെ ചെയ്യുന്ന ആ ഒരു തീസിസ് പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതുമായിട്ട് സംബന്ധപ്പെട്ട ഒരു ഓഫീസറിന്റെ അടുത്തേക്ക് ലാറ ചെന്നിട്ട് അവരോട് പറയും, അതുകൊണ്ട് വീടർ മരിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു പ്രോജക്റ്റിന് താഴെ എന്റെ പേര് ചേർത്തിട്ട് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വെളിയിൽ പബ്ലിഷ് ചെയ്യാൻ പോവാണ് എന്നിങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയും അതെങ്ങനെ ശരിയാവും, മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് എങ്ങനെ ചേർക്കാൻ കഴിയും എന്ന് അവരിങ്ങനെ ചോദിക്കുന്നതും ഇത് വീടിന്റെ പ്രോജക്റ്റ് ആണ്, ഇതിന്റെ താഴെ ഒരിക്കലും നിങ്ങളുടെ പേര് ചേർക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ പേരിൽ ഇത് പബ്ലിഷ് ചെയ്യരുത് എന്ന് ഇവരിങ്ങനെ പറയുന്നതും ലാറയ്ക്ക് നല്ല ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാല് ലാറയാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തന്നെ സഹായിച്ചിട്ടുള്ളത്, അവളാണ് ഇതിനു വേണ്ടി കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ലാറ നല്ല രീതിയിൽ അവിടെ വഴക്കുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ അതിനുശേഷം ലാറ എവിടെ പോയി ഒളിച്ചെന്ന് നമുക്കറിയത്തില്ല, കാരണം ഒരുപാട് നാൾ പിന്നീടും അവളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം റിച്ചാർഡ് വീണ്ടും ലാറയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആ ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചു പോകുന്നതും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അവൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് റിച്ചാർഡ് എപ്പോ എവിടെ വെച്ച് എങ്ങനെയാണ് ലാറയെ കണ്ടിട്ടുള്ളതെന്നുള്ള കാര്യം ഹീറോയ്ക്ക് കണ്ടുപിടിക്കാനും കഴിയത്തില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മുടെ ഹീറോ റിച്ചാർഡിനെ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് കല്യാണം നടന്നിട്ടുണ്ട്, അത് വേറൊരു സ്ത്രീയായിട്ട്.
അങ്ങനെ ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ത്രീയുടെ പേര് ഇതിനിടയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ഒരു പേര് ഓർമ്മ വയ്ക്കാൻ തന്നെ നമ്മുടെ ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. പോണ സ്ഥലങ്ങളിലെല്ലാം പുതിയ പുതിയ പേരുകൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ഹീറോയെ കൊണ്ട് കഴിയും? അങ്ങനെ നമ്മുടെ ഹീറോ ചോദിക്കും, ശരി മോളെ നീ പറയേ, നിന്റെ ഭർത്താവ് റിച്ചാർഡിനും എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നല്ലതുപോലെയാണ് ജീവിച്ചു തുടങ്ങിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു പെണ്ണ് ആരാണ്, അവരെങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഫോണില് അവളുടെ നമ്പർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതുമല്ല, ഞങ്ങളുടെ ഇത്രയും വർഷം ഒരു കല്യാണ ജീവിതത്തില് റിച്ചാർഡ് ഒരിക്കലും ദേഷിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച റിച്ചാർഡ് അകത്തേക്ക് വന്നിട്ട് എലിസബത്തിനോട് നല്ല രീതിയിൽ സംസാരിക്കായിരുന്നു. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നീ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം എലിസബത്തിനോട് അവൻ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് അവൻ മരിച്ചത്. അതുമല്ല, റിച്ചാർഡ് ആണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ പോലും അല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അധികമായിട്ട് ഡ്രഗ് എടുത്ത് അവൻ മരണപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം ആരെയാണെന്ന് അറിയോ? റിച്ചാർഡ് സംസാരിച്ചുകൊണ്ടിരുന്ന എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ എന്നിങ്ങനെ റിച്ചാർഡിന്റെ ഭാര്യ പറയുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ലാപ്ടോപ്പ് എടുത്ത് എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു പേരില് ഏതൊക്കെ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഓരോ പെൺകുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് നമുക്കൊരു ടെസ്റ്റ് വെച്ച് തരുന്നത്. എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പേരില് ലാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നു. ഷെടാ, ഇതെങ്ങനെ ശരിയാവും എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവളുടെ ആ ഒരു ഫോട്ടോയിൽ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ലാറ എന്നുള്ള അവളുടെ പേര് എലിസബത്ത് എന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതുമല്ലാതെ അവൾക്കിപ്പോ എന്തൊരു ഡോക്ടറേറ്റ് എല്ലാം കിട്ടി, ഒരു വ്ലോഗ് തന്നെ ഇപ്പൊ തനിയെ നടത്തുകയാണ്. ശരി, അതെല്ലാം എന്തായാലും പോട്ടെ. ഇത്രയും നാളും ലാറ എന്ന് പറഞ്ഞ അവള് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എലിസബത്ത് എന്നുള്ള ആ ഒരു പേരില് അവൾ എന്താണ് ചെയ്തതെന്ന് നമുക്കും ഹീറോയ്ക്കും എന്തായാലും മനസ്സിലായി. ഇനി അതിന്റെ പുറകെ പോയാൽ മതി. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ റിച്ചാർഡ് എഴുതിയ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതും എടുത്തിട്ട് നേരെ ലാറയെ കാണാനായിട്ട് ചെല്ലുകയാണ്. ലാറയെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ലാറ ഹീറോയെ കണ്ടിട്ട്, ആ വരൂ സാർ, നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ച കാര്യം ഒരുപാട് നാളായി ഞാൻ അറിഞ്ഞിട്ട്. ഇപ്പൊ ഓക്കെ അല്ലേ സാർ എന്നല്ല ഇങ്ങനെ. അങ്ങനെ ഇപ്പോ നമ്മുടെ ഹീറോയെ കാണുമ്പോൾ തന്നെ ഇവൾ അറിയാവുന്നത് പോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ എന്തായാലും ഇവർ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുവാണ്. ലാറയും ഹീറോയും തമ്മിൽ ഏതോ ഒരു ബാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ. പക്ഷെ പൂർണ്ണമായിട്ടും എന്താണ് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ ഒരു ചെറിയ കാര്യം മാത്രമേ അവന് ഓർമ്മ വരുന്നുള്ളൂ. അങ്ങനെ ഹീറോ, ഓക്കെ അതെല്ലാം പോട്ടെ, ശരി, എനിക്ക് റിച്ചാർഡ് ഫിന്നിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നിങ്ങനെ പറയുന്നതും, ഞാൻ ആരെയാണോ മറക്കാൻ ശ്രമിക്കുന്നത് അവനെ പറ്റിയാണല്ലോ നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മറഞ്ഞിരുന്ന് ഒരുത്തൻ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ, അതാണ് റിച്ചാർഡ് ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവനെ പറ്റി സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നമ്മുടെ ലാറ പറയുന്നതും നമ്മുടെ ഹീറോ പറയും, നീ ഇങ്ങനെ പറയുന്നു, പക്ഷേ റിച്ചാർഡ് എഴുതിയ ആ ഒരു ബുക്കില് വീടിന്റെ കൊലപാതകത്തിൽ നിനക്കും എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവ എഴുതിയിട്ടുള്ളത്. ഇതിലിപ്പോ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? ശരി, ഇതിപ്പോ സത്യമാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവനെ ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ ചെന്നു കഴിഞ്ഞാല് അവൻ 2-3 നാളുകൾക്ക് മുന്നേ മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നതും ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലാറയും റിച്ചാർഡ് മരിച്ചെന്നുള്ള ആ ഒരു കാര്യം ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് അവളുടെ റിയാക്ഷൻ തന്നെ വരുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവൻ കൊണ്ടുവന്ന ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് ലാറയുടെ കയ്യിൽ കൊടുത്തിട്ട്, ദേ ഈ ഒരു ബുക്ക് നീ വായിച്ചു നോക്ക്, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ നീ എന്നെ വന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് മരുന്നെല്ലാം കഴിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ലാറയും ഹീറോയും ഏതോ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന കാര്യം മാത്രമേ ഇങ്ങനെ ഓർമ്മ വരുന്നുള്ളൂ. പക്ഷെ അത് എന്താണ്, ഏത് സ്ഥലമാണ് എന്നൊന്നും വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരുത്തനെ കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആരാണെന്നല്ലേ? വീടിന്റെ വീട്ടിലെ ജോലി ചെയ്തിരുന്ന ആ ഒരു കെയർ ടേക്കർ. അവനും ഇതിന് ശേഷം എവിടെയാണ് പോയെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും പോലീസിനോട് ആ കെയർ ടേക്കറിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തരാനായിട്ട് പറഞ്ഞിരുന്നു. അവരാണെങ്കിലും ഇപ്പൊ അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയോട് പറയുന്നതും അടുത്ത ദിവസം തന്നെ താടിക്കാരനായിട്ടുള്ള ആ ഒരു കെയർ ടേക്കറെ കാണാനായിട്ട് ഹീറോ ഇങ്ങനെ പോവാണ്. അവനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ റോഡിൽ ചുറ്റി നടന്ന കെയർ ടേക്കറെ തന്റെ വീട്ടിലെ ജോലിക്ക് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് വീടർ തന്നെയാണ്. അതുമല്ല, ഇടയ്ക്കിടയ്ക്ക് വീടറിന്റെ വീട്ടിലേക്ക് ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട ചില ഓഫീസേഴ്സ് അവരെ കാണാനായിട്ട് ഇങ്ങനെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ലാതെ ബ്രെയിനിലുള്ള മെമ്മറീസ് എല്ലാം മറക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മരുന്നുകളെല്ലാം വീടർ ഉണ്ടാക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവൻ നിർമ്മിച്ച ആ ഒരു മരുന്നുകളെല്ലാം ഒരുപാട് പേഷ്യൻസിന്റെ മേളിൽ അവൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ കെയർ ടേക്കറും. കെയർ ടേക്കർ ഇറാനിലെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു യുദ്ധത്തിലെ പല കാര്യങ്ങളും അവന് ഓർത്തുനിന്ന് വെക്കാൻ പോലും കഴിയുന്നില്ല. അതെല്ലാം മറക്കണമെന്നാണ് അവൻ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് തന്നെ വീടൻ കെയർ ടേക്കറിന് ഒരുപാട് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഈ മരുന്നുകൾ കഴിച്ച് ഓർമ്മകൾ നഷ്ടപ്പെടുന്നോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷേ അതിലൂടെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ അവന് വരാൻ തുടങ്ങി.
അത് കാരണം ഈ ഒരു കെയർ ടേക്കർ ആ മരുന്നുകൾ കഴിക്കുന്നത് നിർത്തലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, ഓക്കെ അതെല്ലാം ഒരു വശത്തിരിക്കട്ടെ, വീടിനോടൊപ്പം ലാറ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളെ പറ്റി എന്തെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അവളെ പറ്റി എനിക്ക് അത്ര നല്ലതുപോലെ ഒന്നും അറിയത്തില്ല. ഞാൻ എപ്പോ അവനോട് ചോദിച്ചാലും അവൾ എന്റെ അസിസ്റ്റന്റ് ആണെന്ന് മാത്രമേ എന്നോട് പറയാറുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, വീടറിഞ്ഞ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പല സമയത്തും ഈ സ്ത്രീകളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് ഞാൻ പലതവണയും കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സ്ത്രീകളുമായിട്ട് ആ ഒരു രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവന്റെ ആ ഒരു കാസറ്റ് കളക്ഷൻ എന്റെ കണ്ണിൽ പെട്ടതും അതിലൊന്ന് ഞാൻ എടുത്ത് കാണുകയും ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കാസറ്റുകളെല്ലാം ഓരോ സ്ത്രീകളുമായിട്ട് അവർ റൊമാൻറ്റിക് ആയിട്ടിരുന്ന ആ ഒരു വീഡിയോ കാസറ്റുകളാണെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞ നമ്മുടെ കെയർ ടേക്കർ അവൻ അറിയാവുന്ന ഒരു കാര്യം കൂടി പറയാണ്. കൊലപാതകം നടന്ന അന്നത്തെ ദിവസം രാവിലെ വീഡർ, റിച്ചാർഡ്, ലാറ ഇവര് 3 പേരും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ വെളിയിൽ നിന്ന് കാണുകയും ചെയ്തു. പക്ഷെ അവരെന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ ഒരു വഴക്കിന്റെ അവസാനത്തില് വീഡറും ലാറയും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ റിച്ചാർഡ് ദേഷ്യപ്പെട്ട് അവരോട് വഴക്കിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോവായിരുന്നു. അതിനുശേഷം ലാറയും അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞാനും എന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആ സമയത്ത് ബാറിലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ബാറിൽ പോകുന്ന സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഡയാന എന്ന് പറഞ്ഞൊരു പെണ്ണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പെണ്ണിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ട് ഹീറോയെ അവന്റെ വീടിനടുത്തേക്ക് തന്നെ ഇറക്കി വിടുകയാണ്. അങ്ങനെ ഹീറോ അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കെയർ ടേക്കർ നമുക്കൊരു ടെസ്റ്റ് വരുന്നത് എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോ അകത്തേക്ക് കയറി പോകുന്നതും കെയർ ടേക്കർ ഇപ്പോൾ ആരെയെ വിളിച്ചിട്ട്, ഹലോ ഇത് ഞാനാണ്, അവനിപ്പോ വീടിനകത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്നാ ഒരാളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോ അകത്തേക്ക് വന്നിട്ട് വീടിന്റെ ആ ഒരു കേസ് ഫയലുകളെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കാണ്. അതുമല്ല, കുറച്ച് മുന്നേ ആണല്ലോ കെയർ ടേക്കർ പറഞ്ഞത് അവൻ ബാറിൽ പോകുന്ന സമയത്ത് ഡയാന എന്ന് പറഞ്ഞൊരു പെണ്ണോട് സംസാരിച്ചതെന്ന്. ആ ഒരു പെണ്ണിന്റെയും കേസ് സമയത്ത് ഇവർ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കെയർ ടേക്കർ പറഞ്ഞതുപോലെ കൊല നടന്ന ആ ഒരു സമയത്ത് കെയർ ടേക്കർ ബാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഡയാന പറഞ്ഞത്. അപ്പൊ ഈ ഒരു കേസ് ഫയലുകളെല്ലാം നമ്മുടെ ഹീറോ ഇതിനു മുന്നേ എടുത്ത് നോക്കിയിരുന്നു. പക്ഷെ വീണ്ടും ആ ഒരു കേസ് ഫയലുകളെല്ലാം വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ വിശ്വസിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാല്, ഈ കൊലയാളിയെന്ന് സംശയിക്കുന്ന ഐസക് മുതൽ ഈ ഒരു കേസിൽ ഇവർ ചോദ്യം ചെയ്ത എല്ലാവരുടെയും കേസ് ഫയൽ ആ ഒരു ഡോക്യുമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടുള്ളത് ഹീറോയുടെ പാർട്ണർ ആയിട്ടുള്ള ജിമ്മിയാണ്. ഒരു കേസ് ഫയലിൽ പോലും നമ്മുടെ ഹീറോ സൈൻ ചെയ്തിട്ടില്ല. അതെങ്ങനെ ശരിയാവുന്നല്ലേ? കാരണം ഈ ഒരു കേസ് അന്വേഷിച്ചത് തന്നെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്തായാലും ഈ ഒരു കേസ് ഫയലിൽ സൈൻ ചെയ്യണമല്ലോ. പക്ഷെ ഒരു കേസ് ഫയലിൽ പോലും ഹീറോ സൈൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നമ്മുടെ ഹീറോ അതെന്താണെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാറ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നത്. ലാറയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. അവിടെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ച് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പഴയ കേസ് കുത്തിപ്പൊക്കി നിങ്ങൾ അത് അന്വേഷിക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം, അത് ഓക്കെ. പക്ഷെ ഈ റിച്ചാർഡ് എന്താ ചെയ്തിരിക്കുന്നത്? ഞാനും അവന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള രീതിയിൽ ഈ ഒരു നോവലിൽ മുഴുവനായിട്ട് എഴുതി വെച്ചേക്കുന്നു. അതും അവന്റെ ഫാന്റസിയില്. അതുമല്ലാതെ വീഡർ റെഡിയാക്കിയ അവന്റെ ആ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഞാൻ അവനെ കൊല്ലുന്നതുപോലെയാണല്ലോ ഇവനിപ്പോ ഈ ഒരു സ്റ്റോറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്ന ഈ ഒരു സ്റ്റോറിയിൽ അവൻ എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളും സത്യമല്ല. ആവശ്യമില്ലാതെ ഇതും കുത്തിപ്പൊക്കിക്കൊണ്ട് എന്റെ പുറകെ വരരുത് എന്ന് ഇത്രയും കാര്യങ്ങള് ഹീറോയോട് പറഞ്ഞിട്ട് ലാറ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ അവള് പോയതിനു ശേഷം ആഹാരം കഴിക്കാന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജെല്ലാം തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ആഹാര സാധനങ്ങൾ പോലും ഇല്ല. എന്തെങ്കിലും വാങ്ങി വെച്ചാലല്ലേ ഉണ്ടാവത്തുള്ളൂ. ശരി, കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞ് തന്റെ അവർ തോക്കെടുത്ത് സേഫ്റ്റിക്ക് വേണ്ടി വെച്ച് വെളിയിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കാറ് നമ്മുടെ ഹീറോയെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നു. ഹീറോ ഒരു വിധത്തില് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതുമല്ല, കയ്യിലാണെങ്കിൽ തോക്ക് ഒരുപണല്ലോ. തന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോ ആ ഒരു തോക്ക് ഉപയോഗിച്ച് കാറിന്റെ അകത്തേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്യുന്നതും കാറിനകത്തുള്ള ആൾ എന്തായാലും മരിച്ചു. അങ്ങനെ ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത ടെസ്റ്റ് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വന്നതേ കെയർ ടേക്കർ ആയിട്ടുള്ള ആ ഒരു താടിക്കാരനാണ്. അങ്ങനെ ഇത് കഴിയുന്നത് നമ്മുടെ ഹീറോയെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ റൂമിലിരിക്കുന്ന കേസ് ഫയൽ കാണുമ്പോഴത്തേക്കാണ് വീണ്ടും 10 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ചില കാര്യങ്ങൾ ഹീറോ ഇപ്പൊ ഓർക്കാനായിട്ട് തുടങ്ങുന്നത്. വീഡറിനെ കൊന്നത് ഞാനാണെന്ന് ഐസക് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് പേരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് ആ ഒരു കേസെല്ലാം തീർത്ത് അതിൻ്റെ ഫയലുകളെല്ലാം ശരിയാക്കി ആ കേസ് ഫയലുകളെല്ലാം നമ്മുടെ പാർട്ണറായിട്ടുള്ള ജിമ്മി ഡ്രോയറിൽ വെക്കുന്നതും ആ സമയത്ത് ജിമ്മിയുടെ അടുത്തേക്ക് ഹീറോ വന്നിട്ട്, ശരി ഇനിയിപ്പോ എന്താ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്, കേസെല്ലാം തീർന്നില്ലേ, നമുക്കൊരു ബാറിൽ പോയിട്ട് മദ്യപിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്ന ആ ഒരു കാര്യം വരെ ഉണ്ടല്ലോ. ആ ഒരു കാര്യം ഹീറോ ഇപ്പൊ ഓർത്തെടുക്കാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പ്രസന്റിലെ സ്റ്റേഷനിലേക്ക് വന്ന നമ്മുടെ ജിമ്മി ഹീറോ ഒരു തെറ്റ് ചെയ്തിട്ടില്ല,
കാരണം സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹീറോ തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്തത് എന്നുള്ള കാര്യം. കാരണം അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും CCTVയിൽ റെക്കോർഡ് ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മുടെ ഹീറോയെ ഇപ്പോൾ പുറത്തിറക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരും മദ്യപിക്കാനായിട്ട് ഒരു ബാറിലേക്ക് ഇങ്ങനെ പോവാണ്. ആ ഒരു സമയത്താണ് ഹീറോ ആലോചിക്കുന്നത്, താൻ വീട്ടിലിരുന്നിട്ട് ആ കേസ് ഫയലെല്ലാം നോക്കുന്ന സമയത്ത് അതിലെല്ലാം തന്റെ പാർട്ണറായിട്ടുള്ള ജിമ്മിയുടെ സൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും കേസ് അന്വേഷിച്ചിട്ട് എങ്ങനെ ഒരാളുടെ സൈൻ മാത്രം ആ ഒരു കേസ് ഫയലിലെല്ലാം വരണം? അങ്ങനെയാണെങ്കിൽ ജിമ്മി ഈ ഒരു കേസിൽ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയത്തിൽ നമ്മുടെ ഹീറോ ജിമ്മിയോട് ചോദിക്കും, അല്ല ജിമ്മി, കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ കേസ് ഫയലിലും എൻ്റെ നിന്റെ സൈൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം എന്താണ് കേസ് ഫയലിലെല്ലാം നിന്റെ സൈൻ മാത്രം? എന്താ കാരണം? എനിക്കറിയാതെ ഈ ഒരു കേസിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിമ്മിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. ഞാൻ നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ആവശ്യമില്ലാതെ ഈ ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന്. പക്ഷേ നിനക്ക് സഹായം ചെയ്യണമെന്നും പറഞ്ഞിട്ട് നിന്നെ സഹായിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ അവസാനം എല്ലാ തെറ്റും എന്റെ മേളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി മേലാല് എന്നെ നീ വന്ന് കാണരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജിമ്മി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ജിമ്മി പോകുന്നതും ഇത്രയും കാലം എന്തായാലും നമ്മുടെ ഹീറോ കുടിച്ചിട്ടില്ല ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം. പക്ഷെ ഇപ്പോൾ മുന്നിലിരിക്കുന്ന ആ ഒരു മദ്യ ഗ്ലാസ് അതെടുത്തിട്ട് ഓരോ തവണ ഇങ്ങനെ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ തവണ അവൻ കുടിച്ച് ഇത്രയും നാളും ഈ ഒരു കേസ് തുടങ്ങിയ സമയം മുതൽ ഇവിടെ മാറിയുള്ള കാര്യങ്ങൾ വീണ്ടും അവൻ ഇങ്ങനെ ഓർത്തെടുക്കുന്നു. അങ്ങനെ കുടിച്ച് നല്ല ഏതെങ്കിലും ബോധം പോയിട്ട് ആ ഒരു ബാറിന് വെളിയിൽ തന്നെ ഹീറോ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്ന് ബാറിനകത്തേക്ക് നോക്കുന്ന സമയത്ത് 10 വർഷങ്ങൾക്ക് മുന്നേ നടന്ന മറ്റൊരു കാര്യം ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുവാണ്. അത് വേറെ ഒന്നുമല്ല, ആ ഒരു കേസ് ഫയലെല്ലാം ഡ്രോയറിലോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഹീറോ വന്ന് ജിമ്മിയെ വിളിക്കുന്നുണ്ടല്ലോ, വാ നമുക്ക് ബാറിൽ പോയിട്ടൊന്ന് മദ്യപിക്കാന്ന് പറഞ്ഞിട്ട്. അന്ന് രണ്ടുപേരും ഇതേ ബാറിൽ ഇരുന്നിട്ടാണ് മദ്യവും കഴിച്ചത്. അങ്ങനെ നല്ല രീതിയിൽ കുടിച്ചതിന് ശേഷം നമ്മുടെ ജിമ്മിയുടെ കാറും വാങ്ങി ഹീറോ ഈ ഒരു ബാർ വിട്ട് വീട്ടിലേക്ക് പോവായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അതുമല്ലാതെ കെയർ ടേക്കർ ഡയാന എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ആ ഒരു പെണ്ണും ഇതേ ബാറിലാണ് ജോലിയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രസന്റിൽ ഈ ഒരു ബാറിനകത്തേക്ക് കയറി നമ്മുടെ ഹീറോ ഇപ്പോ ബാറിൽ ജോലി ചെയ്യുന്ന ഡയാനെ പറ്റി ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരുത്തനോട്, അല്ല ഡയാന എന്നുള്ള ലേഡി ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും അവൻ നമ്മുടെ ഹീറോയ്ക്ക് അടുത്തൊരു ടെസ്റ്റ് കൊടുക്കും. എന്താണെന്ന് വെച്ചാല് ഡയാന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് 5 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയെന്ന്. ചേടാ ഇത് എങ്ങനെ ശരിയാവും? ഒന്നാതെ നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മയില്ല. ഇതിനിടയിൽ അന്വേഷിച്ച് പോകുന്നവരെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ് പറയുകയും ചെയ്യുന്നു. ഈ ഒരു കേസ് എങ്ങനെ തീർക്കാനാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. ലാറ ആ ഒരു പ്രോജക്റ്റ് തന്റെ പേരിൽ പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയെ പോയി കണ്ടിരുന്നല്ലോ. ആ ഒരു ലേഡിയെ പോയിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ കാണുന്നത് അവരിപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ലാറ എന്ന് വന്ന് തന്റെ പേരിൽ ഈ ഒരു പ്രോജക്റ്റ് പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് വേണ്ടെന്നാണ് ഈ ഒരു ലേഡി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരെല്ലാം പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയ സമയത്ത് ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ശ്രദ്ധിക്കാനായിട്ട് ആളില്ലായിരുന്നു. ആ സമയത്ത് ലാറ എന്താ ചെയ്തതെന്ന് വെച്ചാല് ലാറയുടെ പേര് എലിസബത്ത് എന്നാക്കി മാറ്റി അവളുടെ പേരിൽ തന്നെ ആ ഒരു പ്രോജക്റ്റും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അവൾ ആ ഒരു ഡോക്ടറേറ്റ് തന്നെ വാങ്ങിയെടുത്തത്. പക്ഷെ ഇവരെല്ലാം വേറെ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അത് തടയാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് അവർ പറയുന്നതും അവസാനം ഹീറോ കൊല നടന്ന വീടിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഹീറോ വീടിനകത്തേക്ക് കയറുന്നതും വീടറിന്റെ കൊലപാതകം നടന്നതിന് ശേഷം ഇവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചോ ഇതെല്ലാം പാരലായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ട് ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മളൊരു സീനിൽ കണ്ടിരുന്നല്ലോ, ഈ ഒരു വീട്ടിലെ 3 ബേസ്ബോൾ ബാറ്റ് ഉണ്ട്, അതിലാണെങ്കിൽ പ്രശസ്തരായിട്ടുള്ള 3 കളിക്കാർ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിനടുത്തേക്ക് വരുന്നതും സത്യത്തിൽ ക്രൈം നടന്നതിന് ശേഷം പോലീസുകാർ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ 3 ബാറ്റിൽ ഒരെണ്ണം കാണാനില്ലായിരുന്നു. അതുമല്ല നമ്മുടെ വീടറിനെ ആണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധം കൊണ്ട് തലയിൽ അടിച്ചത് കൊണ്ടാണ് രക്തം ഒരുപാട് പോയി അവൻ മരിച്ചത്. ഇവിടെ ആണെങ്കിൽ ബാറ്റിൽ ഒരെണ്ണം കാണാനുമില്ല. അപ്പോ പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യമെല്ലാം ആലോചിച്ച് പ്രസന്റിൽ നമ്മുടെ ഹീറോ ആ ഒരു ബാറ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ട നമ്മുടെ ഹീറോ ആ ബാറ്റിന് എതിർവശത്തായിട്ട് ഒരു ഷവൽ ഇരിപ്പുണ്ട്. ആ ഒരു ഷവലും എടുത്ത് പതിയെ നടന്ന് ഈ ഒരു വീടിന്റെ ഗാർഡൻ ഭാഗത്തേക്ക് വരികയാണ്. അതുമല്ല നമ്മുടെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ ഒരു കമ്പി ഇരിപ്പുണ്ട്. ആ ഒരു കമ്പി വെച്ചിട്ട് ഗാർഡന്റെ പല ഭാഗത്തും അങ്ങനെ കുത്തി നോക്കുന്നു. എന്താണെന്ന് വെച്ചാല് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു കമ്പി പെട്ടെന്ന് ഇറങ്ങി ചെല്ലും. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് കുത്തി നോക്കുമ്പോഴത്തേക്കും ഒരിടത്തേക്ക് ഈ ഒരു കമ്പി ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോ കാര്യം കുഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആ ഒരു ഷവലെടുത്ത് അവിടെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോഴത്തേക്കാണ് ആഹാ എന്താണെന്ന് കാണിക്കുമ്പോ ഈ വീട്ടിലെ കാണാനായിട്ടുള്ള ആ ഒരു ബേസ്ബോൾ ബാറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ കുഴിച്ചിട്ടേക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീടിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു ആയുധം അത് ഈ ഒരു ബേസ്ബോൾ ബാറ്റാണ്. അങ്ങനെ ഈ ഒരു ബാറ്റ് നമ്മുടെ ഹീറോ കയ്യിലെടുത്ത് വെക്കുന്നതും അതേ സ്ഥലത്ത് നിന്ന് നമ്മുടെ ലാറയും വരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ലാറ മാത്രമാണ് ഇവിടെ വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെ കയ്യിലൊരു തോക്കുമായിട്ട് ഹീറോയുടെ പാർട്ണറായിട്ടുള്ള ജിമ്മിയും വന്ന് നിൽക്കുന്നു.
അങ്ങനെ നമ്മുടെ പാർട്ണർ ആ തോക്കും കൊണ്ട് നേരെ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുവന്നിട്ട്, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഒരു കേസിനെ പറ്റി അന്വേഷിച്ച് പോരുതെന്ന്, എന്തിനാണ് ഞാൻ പറയുന്നത് കേൾക്കാതെ ഇവിടം വരെ ഇപ്പൊ അന്വേഷിച്ച് വന്നത് എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹീറോ പറയും, ഇല്ല ജിമ്മി, എനിക്ക് മനസ്സിലാവുന്നില്ല, 10 വർഷങ്ങൾക്ക് മുന്നേ നീ എന്താ ചെയ്തത് എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോഴത്തേക്കും ജിമ്മി പറയും, ഇത്രയും കാലമായിട്ട് നിനക്ക് അത് ഓർമ്മ വരുന്നില്ല? 10 വർഷങ്ങൾക്ക് മുന്നേ ഡയാന ചെയ്തത് എന്താണെന്ന് നിനക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ എന്ന് നമ്മുടെ ജിമ്മി ചോദിക്കുന്നതും, ഡയാനയോ, ആ ഒരു ബാറിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കാണ് അടുത്ത് നിന്ന് നമ്മുടെ ലാറ പറയുന്നത്, അതെ അവള് തന്നെയാണ്. ഈ ഒരു വീടൻ ചെയ്തിരുന്ന ആ ഒരു പ്രോജക്റ്റിലെ പേഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു കെയർ ടേക്കർ അല്ലേ, അയാളെ പോലെ തന്നെ ഒരുപാട് പേരെ അവൻ പേഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ യൂസ് ചെയ്തിരുന്ന പേഷ്യൻസിലെ ഡയാനയും ഒരാളാണ് എന്ന് ലാറ എന്തോ ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ജിമ്മി അവളെ തടയുന്നു. എന്നിട്ട് പറയും, ലാറ നീ മിണ്ടാതിരിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന്, ഓഹോ അപ്പൊ കഥ എങ്ങനെയാണല്ലേ പോകുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ തന്നെ അറിയാം. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്നൊരു കാര്യം നമ്മുടെ ഹീറോ പറയാനായിട്ട് ഇങ്ങനെ വരുന്നതും, അടുത്ത് നിന്ന് നമ്മുടെ ലാറ അവളുടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു തോക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് വരികയാണ്. പക്ഷെ ഹീറോ ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതും അവൾ ആ തോക്ക് എടുക്കാതെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മറച്ചു വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്ന ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹേ ജിമ്മി, നീ തന്നെ എന്നോട് പറഞ്ഞിരുന്നു നിന്റെ ഭാര്യയ്ക്ക് ചികിത്സിക്കാൻ പോലും പണമില്ലാതെയാണ് അവൾ മരിച്ചു പോയതെന്ന്. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് കടം ഒരുപാട് ഉള്ളത് കൊണ്ട് ഈ ലാറ വീടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിനക്ക് പണം തന്ന് നിന്നെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. കാരണം വീടൻ മരിച്ചുപോയി കഴിഞ്ഞാലേ അവൻ തയ്യാറാക്കുന്ന ആ ഒരു പ്രോജക്റ്റ് ലാറയുടെ പേരിലാക്കി മാറ്റി അത് അവൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ലാറ പറഞ്ഞിട്ടാണ് നീ വീടിനെ കൊന്നിട്ടുള്ളത് എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോഴത്തേക്കും ലാറ പെട്ടെന്ന്, ഹേയ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ ഇയാൾക്ക് ഞാൻ ഒരിക്കലും പണമൊന്നും കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷമാണ് നിങ്ങളെയും നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള ജിമ്മിയെയും നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ആക്സിഡന്റ് പറ്റി, അതുപോലെ നിങ്ങളുടെ പാർട്ണർ ജിമ്മി ആണെങ്കിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കായിരുന്നു. അതിനുശേഷം ഈ ഒരു നാട്ടിൽ പോലും ഞാൻ നിന്നിട്ടില്ല. ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോയിട്ട് എൻ്റെ പേര്, ഐഡന്റിറ്റി എല്ലാം മാറ്റി എലിസബത്ത് എന്നുള്ള പേരിൽ ആ ഒരു ബുക്ക് വരെ ഞാൻ പബ്ലിഷ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എന്നെ ഫോളോ ചെയ്ത റിച്ചാർഡ് ജിമ്മിയെ വിളിച്ചിട്ട്, അവൾ പബ്ലിഷ് ചെയ്ത ആ ഒരു ബുക്ക് ഒരിക്കലും അവളുടേതല്ല, അത് വീടിൻ്റെതാണ്, വീടിന്റെ ആ ഒരു കഷ്ടപ്പാടെല്ലാം ഇവള് മോഷ്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജിമ്മിക്ക് പണത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് അവൻ ആ ഒരു പേരും വെച്ച് എന്നെ വന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തു. അവൻ ചോദിക്കുന്ന പണം അവന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് എന്റേതല്ലാന്ന് പറഞ്ഞ് അത് വെളിയിൽ എല്ലാവരെയും അറിയിക്കും. അങ്ങനെ നിന്നെ നാണം കെടുത്തുന്ന എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മുടെ ലാറ ഇങ്ങനെ പറയുന്നതും, നമ്മുടെ ജിമ്മി പെട്ടെന്ന് ലാറയെ നോക്കിയിട്ട്, ഹേയ് ഹേയ് അടിപൊളിയായിട്ടുണ്ട്, എത്ര നല്ലതുപോലെയാണ് നീ ഒരു കഥ ഇങ്ങനെ മെനഞ്ഞെടുക്കുന്നതല്ലേ. ഹീറോ, നീ ഒരിക്കലും ഈ ഒരു കാര്യം വിശ്വസിക്കരുത്. കാരണം വീടിനെ കൊന്നതേ ഇവളാണ്. അതുമല്ല, വീടിനെ എങ്ങനെയാണ് അവള് കൊല ചെയ്തത് അതേപോലെ തന്നെയാണ് റിച്ചാർഡിനെയും ഇവള് കൊന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇവളെ സഹായിക്കുന്നത് ആരാണെന്നറിയോ? ആ ഒരു കെയർ ടേക്കർ താടിക്കാരനല്ലേ, അവനാണ്. അതുമല്ലാതെ നിന്നെ കൊല്ലാനായിട്ട് അവനെ പറഞ്ഞു വിട്ടതും ഇവള് തന്നെയാണ്. കാരണം നീ ഒരു കേസ് അന്വേഷിച്ച് അവസാനം ഇതെല്ലാം കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവള് നിന്നെ കൊല്ലാനായിട്ട് അവനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് നീ ഇവിടെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവളുടെ നല്ലതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ പോലും ഇവള് മടിക്കില്ല എന്നല്ല ഇങ്ങനെ പറയുന്നതും, പെട്ടെന്ന് നമ്മുടെ ജിമ്മിനെ ലാറ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ താഴെ വീഴുന്നതും നമ്മുടെ ലാറ എന്താ ചെയ്യുന്നത് വെച്ചാല് തോക്ക് നേരെ നമ്മുടെ ഹീറോയുടെ നേർക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും, പെട്ടെന്ന് മറ്റൊരു തോക്ക് ഫയർ ആവുന്ന ശബ്ദം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജിമ്മി ലാറയെ ഇപ്പൊ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ ലാറയെ ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ലാറ സ്പോട്ടിൽ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അതുമല്ല, നമ്മുടെ പാർട്ണറായിട്ടുള്ള ജിമ്മി ആണെങ്കിലും ഹീറോയെ കണ്ട് മരിക്കുന്നതിന് മുന്നേ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവന് മരിച്ചു പോകുന്നു. അങ്ങനെ ഇതിന് ശേഷം 10 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു കേസ് വീണ്ടും ഓപ്പൺ ചെയ്ത് നമ്മുടെ ഐസക്ക് നിരപരാധിയാണെന്ന് ഇപ്പൊ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവനെ റിലീസും ചെയ്തു. അങ്ങനെ ഹീറോ ആയാലും കേസെല്ലാം അവസാനിപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കാരണം അവന്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളല്ലേ ആയുള്ളൂ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് കുറേശ്ശെ ഇത്രയും നാളും വന്ന ഓർമ്മ ഇപ്പൊ പൂർണ്ണമായിട്ടും ഇവന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ പൂർണ്ണമായിട്ടും ഓർമ്മ വരികയാണ്. അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു മൂവിയിൽ കണ്ടതൊന്നും ഒന്നുമല്ല, ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റുകൾ വരാൻ പോകുന്നത്. ഹീറോക്ക് ആ ഒരു മൈൻഡിലെ ഓർമ്മകളെല്ലാം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ചില പസിൽ ഗെയിമുകളെല്ലാം കളിക്കണമെന്ന് പറഞ്ഞതല്ലോ, ആ ഒരു പസിലെല്ലാം ഇപ്പോൾ സോൾവ് ചെയ്തിട്ട്, അതുമല്ല തന്റെ ഭാര്യയും താനുമായിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണെങ്കിലും താഴെ വീണുടഞ്ഞിട്ട് അതിന്റെ ചില്ല് മാറ്റുന്ന സമയത്ത് അവന്റെ കൈ മുറിഞ്ഞിട്ടാണ് അവൻ അത് ശ്രദ്ധിക്കാതെ പോയത്. പക്ഷെ ഇപ്പോ ആ ഒരു ഫോട്ടോ വീണ്ടും എടുത്ത് അതിന്റെ ചില്ലുകളെല്ലാം ഇങ്ങനെ മാറ്റി നോക്കുന്നത് ഒരു ഒന്നൊന്നര ടേസ്റ്റ് ഇവിടെ കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാല് ആ ഒരു താടിക്കാരൻ കെയർ ടേക്കർ പറഞ്ഞ ബാറിൽ ജോലി ചെയ്യുന്ന ഡയാന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു സ്ത്രീ തന്നെയാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യ. അതുപോലെ അത് കെയർ ടേക്കർ വീടിന്റെ വീട്ടിൽ നിന്നും
ഒരു വീഡിയോ ക്യാസറ്റ് എടുത്ത് പ്ലേ ചെയ്ത് അതിലുള്ള സ്ത്രീ ആരാണെന്ന് അവൻ കണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു പെണ്ണും സത്യം പറഞ്ഞാല് നമ്മുടെ ഹീറോയുടെ ഭാര്യയായിട്ടുള്ള അതേ ഡയാന തന്നെയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണിക്കുന്നതും ഇതിനു മുന്നേ നമ്മുടെ ഹീറോ ലാറയെ കാണുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നിരുന്നല്ല. ഇവര് രണ്ടുപേരും എവിടെയോ ഇരുന്ന് സംസാരിച്ചതുപോലെ അവന് ഓർമ്മയുള്ളത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ വീണ്ടും കാണിക്കുകയാണ്. ഡയാന ജോലി ചെയ്തിരുന്ന അതേ ബാറിൽ തന്നെയാണ് നമ്മുടെ ഹീറോയും ലാറയും സംസാരിച്ചിരുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലാറയ്ക്ക് എന്തെങ്കിലും കാര്യം നേടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൂടി അതിലേക്ക് കൊണ്ടുവന്ന് അവളുടെ കാര്യം എങ്ങനെയെങ്കിലും നേടാൻ ശ്രമിക്കും. ആ ഒരു രീതിയിൽ ലാറ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാല് വീടർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റില് ഒരിടത്ത് പോലും ലാറയുടെ പേര് അവൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോജക്റ്റ് മൊത്തമായിട്ട് അവൾക്ക് വേണമെന്നാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വീടറിനെ കൊല്ലണം. അത് അവൾക്കിപ്പോൾ നേരിട്ട് കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ വെച്ച് വീടറിനെ കൊല്ലിക്കണം. അതിനുവേണ്ടി ലാറ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഹീറോ ആ ഒരു ബാറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്റെ പ്രൊഫസറായിട്ടുള്ള വീടനില്ലേ, ഈ പ്രോജക്റ്റിന്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ പേഷ്യന്റ് ആയിട്ട് കൊണ്ടുവന്ന് അവരുടെ മേളിൽ ഈ ഒരു എക്സ്പെരിമെന്റ് എല്ലാം നടത്തുന്നെന്നും പറഞ്ഞ് ഒരുപാട് സ്ത്രീകളുമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊരാളാണ് നിങ്ങളുടെ ഭാര്യയും. ഓക്കെ, നിങ്ങൾക്കത് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്യാസറ്റ് തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കെന്നും പറഞ്ഞ് വീടറും ഹീറോയുടെ ഭാര്യയായിട്ടുള്ള ഡയാനയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ കെയർ ടേക്കർ കണ്ടിട്ടാണ് ലാറയ്ക്ക് കൊടുത്തതും ലാറ അത് നേരെ കൊണ്ടുവന്ന് ഹീറോയ്ക്ക് കൊടുത്തതും. അങ്ങനെ ഹീറോ ഈ ഒരു ക്യാസറ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പ്ലേ ചെയ്തിട്ട് തന്റെ ഭാര്യയാണെന്ന് അറിയുന്നതും അത്രയും ദേഷ്യമായി പോയി. അങ്ങനെ അവൻ നേരെ ആദ്യം തന്നെ ഭാര്യയായിട്ടുള്ള ഡയാനയോട് പോയി കാര്യങ്ങളെല്ലാം ചോദിച്ചു അവളുമായിട്ട് നല്ല രീതിയിൽ വഴക്കിട്ടിട്ട് അന്ന് രാത്രി തന്നെ വീടറിന്റെ വീട്ടിലേക്കും ചെല്ലും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാല് അവന്റെ വീട്ടിലുള്ള ആ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് വീടറിനെ അതിനകത്ത് വെച്ച് അടിച്ചടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം തന്റെ ഭാര്യയോട് ഇങ്ങനെ ഒരുത്തം ചെയ്തു കഴിഞ്ഞാല് അവനെ എന്തായാലും വെറുതെ വിടാൻ കഴിയത്തില്ലല്ലോ. ആ ഒരു സമയത്താണ് ഐസക് ഈ ഒരു വീട്ടിലേക്ക് വന്നതും. പക്ഷെ ഐസക് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഹീറോയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഐസക്കിനും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഐസക് അവിടെ നിന്ന് പോയതിനു ശേഷം കുറെ കഴിഞ്ഞ് പാർട്ണറായിട്ടുള്ള ജിമ്മി അവിടേക്ക് വരുന്നതും എന്തായാലും നമ്മുടെ ഹീറോയെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് അവന്റെ മനസ്സിൽ ആ ഒരു ദേഷ്യം ഉണ്ടാക്കിയത് ലാറയാണെന്ന് ജിമ്മിക്ക് മനസ്സിലായി. അവളുടെ കാര്യം എന്തായാലും പിന്നീട് നോക്കാം. എന്തായാലും നമ്മുടെ ഹീറോയെ ആദ്യം രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് വീടറിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ബാറ്റ് ഹീറോയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അത് ഈ ഒരു ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് നമ്മുടെ ജിമ്മിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ പേര് ഈ ഒരു കേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിൽ സംബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്തതിനു ശേഷം ആ ഒരു ഫയലിൽ നമ്മുടെ ജിമ്മി മാത്രമായിട്ട് സൈൻ ചെയ്യുന്നത്. അതുമല്ലാതെ ഐസക് ഈ ഒരു കേസിലേക്ക് അവന്റെ വീട്ടിലേക്ക് വന്ന അവന്റെ ഫിംഗർ പ്രിന്റ് എല്ലാം അവിടെ എല്ലാം പതിഞ്ഞതുകൊണ്ട് തന്നെ ഐസക്കിനെ ഈ ഒരു കേസിലെ പ്രതിയാക്കി മാറ്റി നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് ഐസക്കിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതും നമ്മുടെ ജിമ്മി തന്നെയാണ്. അപ്പോൾ സത്യത്തില് വീടറിനെ കൊന്ന ആ ഒരു യഥാർത്ഥ കൊലയാളി അത് നമ്മുടെ ഹീറോ തന്നെയാണ്. ഈ ഒരു ടെസ്റ്റ് എങ്ങനെയുണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അല്ലേ? ആർക്കെങ്കിലും ഇതിനു മുന്നേ ഗസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധേഷം ഒന്ന് കമന്റ് ചെയ്തേക്ക. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവന്റെ ആ ഒരു തോക്ക് കൊടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതും ഇനി സ്വയം ആ ഒരു കുറ്റബോധം കാരണം വെടിവെച്ച് മരിക്കാനാണോ അതോ ഇനി പോലീസിലേക്ക് പോയിട്ട് സറണ്ടർ ആവാനാണോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.